ആക്ടർ, മലയാള സിനിമയുടെ നടന വിസ്മയം എന്നിങ്ങനെ മോഹൻലാൽ അറിയപ്പെടുന്നത് പല പേരുകളിലാണ്. ഇനി സംവിധായകൻ എന്ന ലേബലിലും മോഹൻലാൽ അറിയപ്പെടും. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമ വൈകാതെ പ്രേക്ഷകരിലേക്ക് എത്തും. ഇതിനു പുറമെ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന ചിത്രവും വരികയാണ്. അടുത്ത വർഷം മോഹൻലാലിനെ സംബന്ധിച്ച് നല്ല സിനിമകളുടെ കാലമായിരിക്കും. അതേസമയം തന്റെ സിനിമകളെക്കുറിച്ചും ആരാധകർ അറിയാൻ കാത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ. ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും സിനിമയിലെത്തിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. ഇപ്പോഴും കരുത്തരായി നിൽക്കുന്നതിന്റെ കാരണത്തെക്കുറിച്ച് മോഹൻലാലിന്റെ അഭിപ്രായം എന്താണെന്ന് അഭിമുഖത്തിൽ ചോദിച്ചിരുന്നു. അതൊരു പക്ഷേ ഞങ്ങൾ മുൻപ് ചെയ്ത കഥാപാത്രങ്ങളുടെ പിൻബലമാവാം. ഞങ്ങൾക്കൊക്കെ ഭരതൻ, പത്മരാജൻ, അരവിന്ദൻ, മണിരത്നം തുടങ്ങിയ മഹാന്മാരായ സംവിധായകർക്കൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞു. പുതുതലമുറയിലും നല്ല സംവിധായകരുണ്ട്. പക്ഷേ നല്ല ഇതിവൃത്തം കിട്ടുന്നില്ല എന്നയിടത്താണ് പ്രശ്നം. ഞാനൊരു വർഷം 36 സിനിമകൾ വരെ ചെയ്തിട്ടുണ്ട്. അതിൽ ആക്ഷൻ പടങ്ങളും കോമഡി ചിത്രങ്ങളും ആർട്ട് ഫിലിമുകളും ഒക്കെയുണ്ട്. ഒരു സ്ഥിര നിക്ഷേപം പോലെ അന്ന് ചെയ്തു വെച്ച ആ സിനിമകളുടെ പലിശ കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. 80കളിൽ അഭിനയിച്ച തൂവാനത്തുമ്പികൾ 6 മാസം കൂടുമ്പോഴൊക്കെ കാണാറുണ്ടെന്നും മോഹൻലാൽ അഭിമുഖത്തിൽ പറഞ്ഞു. വല്ലാത്തൊരു തരം മാന്ത്രികത ആ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് കരുതുന്നത്. 500-ലധികം തവണ ആ സിനിമ കണ്ടവരുണ്ട്. ഇപ്പോഴും ആവർത്തിച്ച് കാണുന്നവരുമുണ്ട്. ഉള്ളടക്കമാണ് ആ സിനിമയുടെ കരുത്ത്. പിന്നെ ശക്തമായ തിരക്കഥ, മേക്കിംഗ്, പ്രത്യേകതകൾ. സിനിമയുടെ ആഖ്യാന രീതിയും ഇതിവൃത്തങ്ങളും മാറി. പക്ഷേ തൂവാനത്തുമ്പികൾ പോലെ ഫീല് നൽകുന്ന ഒരു സിനിമ ഇനി ഉണ്ടാകുമോ എന്നറിയില്ല. മറ്റൊരു തലത്തിൽ ഒരുപക്ഷെ അത്തരം സിനിമകൾ ഇനിയും ഉണ്ടായേക്കാം. ഒരു നടന് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന കഥാപാത്രമാണ് തൂവാനത്തുമ്പികൾ പോലുള്ള സിനിമകളിലേതെന്നും മോഹൻലാൽ പറയുന്നു. തന്നെ അത്ഭുതപ്പെടുത്തിയ നടന്മാരെ കുറിച്ച് മോഹൻലാൽ സംസാരിക്കുന്നുണ്ട്. ഭരത് ഗോപിയേട്ടനെയും നെടുമുടി വേണുചേട്ടനെയും പെട്ടെന്ന് ഓർമ്മ വരുന്നു. എത്രയോ ആളുകൾക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കുമ്പോഴും അവർ ചുറ്റുമുള്ളതൊന്നും അറിയുന്നില്ല. ഗോപിയേട്ടൻ രാമൻ നായർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ രാമൻ നായർ മാത്രമാണ്. ഇവരൊക്കെ നാടകവേദിയിൽ നിന്നും വന്ന അഭിനേതാക്കളാണ്. ഇന്ന് അഭിനയം മെച്ചപ്പെടുത്താൻ ഒരുപാട് സാങ്കേതിക സാധ്യതകളുണ്ട്. അന്നൊരു മോണിറ്റർ പോലുമില്ല. എന്നിട്ടും മറ്റാർക്കും ഇവരെ മറികടക്കാൻ സാധിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത വിധം ഉയരങ്ങളിൽ നിൽക്കുകയാണ് അവരൊക്കെ, മോഹൻലാൽ പറയുന്നു.